വാഹനങ്ങളുടെ ടയറിൽ വായു നോർമൽ എയർ ആണോ അതോ നൈട്രജൻ ആണോ നല്ലതെന്നാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷന്റെ ടോപ്പിക്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എയറിന്റെ കമ്പോസിഷനാണ്, വായുവിന്റെ. അതിൽ 78% നൈട്രജൻ തന്നെയാണ്. പിന്നെ 20%-ലധികം ഓക്സിജൻ ഉണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് കോമ്പോണൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൈട്രജൻ ഫിൽഡ് ടയേഴ്സിന്റെ അഡ്വാൻറ്റേജസ്, പ്രോസും അതുപോലെ തന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജസ്, കോൺസും ആണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഒരു വാഹനത്തിന്റെ ടയറിൽ വായു നിറച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ടയറിന്റെ വേഗത കൂടുന്തോറും അതിന്റെ ടെമ്പറേച്ചർ, താപം വർദ്ധിക്കും. ഒപ്പം പുറത്തുള്ള അന്തരീക്ഷത്തിലുള്ള ചൂടും കൂടുതലാണ്. ടാറിട്ട റോഡും അതുപോലെ കോൺക്രീറ്റ് ഒക്കെയാണ്. അപ്പോൾ അത് ടയർ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നൈട്രജൻ ആണെങ്കിൽ അത് 20% കൂളാക്കും. അപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. അതുപോലെ തന്നെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉള്ള കഴിവ് കൂടുതലാണ് നൈട്രജൻ. അപ്പോൾ പ്രഷർ ഫ്ലക്ച്വേഷൻ ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഇപ്പോൾ സ്റ്റേബിൾ ടയർ പ്രഷറാണ്. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി എന്തായിരിക്കും, നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അതേപോലെ ടയർ വെയർ ഔട്ട് ഈവൻലി ആണ്. ടയറിൻ്റെ വെയർ ഔട്ട് ഒരേപോലെ ഈവൺ ആയിട്ട് സംഭവിക്കും. അപ്പോൾ ടയറിൻ്റെ ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടും സാധാ വായുവിനെക്കാട്ടിലും. അതിനെക്കാട്ടിലും ഉപരി പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ കൊറോഷൻ, അതായത് ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ കുറവായിരിക്കും. അപ്പോൾ റസ്റ്റ് ചെയ്യാനോ തുരുമ്പ് പിടിക്കാനൊക്കെയുള്ള സാധ്യത കുറയും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, കോൺസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് വരിക. കോസ്റ്റ്, നമുക്ക് ചാർജ് കൂടാൻ ഉള്ള അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ അവൈലബിലിറ്റി, ലഭ്യത ഒരു പ്രശ്നമാണ്. പിന്നെ ഫില്ലിംഗ് സ്റ്റേഷൻ. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈട്രജൻ കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ആണെന്ന് തോന്നും. അതുപോലെ തന്നെ നമ്മുടെ സർക്കാരും ടയറുകളിൽ നൈട്രജൻ നിർബന്ധമാക്കാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് വാർത്തകൾ പറയുന്നത്.